ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ബാറോസിന്റെ ട്രെയിലർ വന്നിരിക്കുകയാണ് നമ്മുടെ ലാലേട്ടന്റെ. അപ്പോൾ ഇന്നലെ വന്നതാണ് സംഭവം. 16 ഹവേഴ്സായി മീൻസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യാം, എങ്ങനെയുണ്ട് ചോദിക്കാം. ആള് ഡയറക്ടറും മോഹൻലാൽ തന്നെയാണ്. ആൾ തന്നെയാണ് ഡയറക്ടർ. റൈറ്റർ വേറെ ഏതോ മീൻസ് കോ റൈറ്റർ ആരോ ഉണ്ട് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യാം, എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം ജസ്റ്റ്. ഓക്കെ, റെഡി ഗൈസ്. പിന്നെ ഇത് 3D പാടാം. ഓക്കെ, യൂസ് ഹെഡ്ഫോൺസ് ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. ആശീർവാദ് സിനിമാസ് ആണ്. ഞാൻ ബറോസ്, നൂറ്റാണ്ടുകളായി നിധി കാക്കുന്ന ഭൂതം. ഇസബെല്ല ഹോളിവുഡ് പടവാ. Benvenuto di volta di Gama. ഡിസ്നിയാ? മറ്റൊരാളെ ഓർത്ത് തൂകുന്ന സംഭവം നല്ല മേക്കിംഗ് ഒക്കെ ആണ് തോന്നുന്നു. ഈ ലോകത്തില്ല മോളെ. അടുത്ത് കാണാം. അലാബുദ്ദീന്റെ അത്ഭുതങ്ങളൊക്കെ ആന്റണി പെരുമാറുന്നത്. മോഹൻലാൽ ഡയറക്ടർ. സംഭവം കണ്ട്, പക്ഷെ എന്താ പറയാ, ഒരു മേക്കിംഗ് വൈസ് ഒക്കെ ഓക്കെയാണ്. മീൻസ് എന്താ പറയാ, ഹോളിവുഡ് ലെവലില് മേക്കിംഗ് സ്റ്റൈലൊക്കെ കൊള്ളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഡിസ്നിന്റെ പടമൊക്കെ ഇല്ലേ, പിള്ളേര് കളിക്കുന്ന പോലത്തെ പടമാണ് തോന്നുന്നു. സംഭവം എന്താ പറയാ, എനിക്ക് ഒരു ഇത് പക്ഷെ അതന്നെ മീൻസ് അതായത് മേക്കിംഗ് വൈസ് ഓക്കെയാണ്. പിന്നെ ഡയറക്ടർ മോഹൻലാലാണ്. നമുക്ക് പടം വന്നിട്ട് തന്നെ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു എന്താ പറയാ, പിള്ളേർക്ക് കാണാൻ പറ്റുന്ന പോലത്തെ പടം 3D ഗ്ലാസ്സിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യണം മീൻസ്. പിന്നെ വേറെ ഇതിനെ കുറിച്ചൊന്നും പറയാനില്ല മീൻസ്. നോർമലി ഇരുന്ന് കാണാം, അല്ലാതെ ഇതിൽ റിയാക്ഷൻ ചെയ്യാനൊന്നും എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല മീൻസ്. മേക്കിംഗ് ലെവൽ ഓക്കെയാണ് മീൻസ്. അതായത് ഒരു ഹോളിവുഡ് സ്റ്റൈലൊക്കെ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. അത് പടം വരുമ്പോഴേ അറിയുള്ളൂ. ട്രെയിലർ വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ് മീൻസ്. ഇനി പടം ഇത് വധമായിരിക്കുമോ എന്താണെന്ന് അറിയില്ല. നോക്കാം നമുക്ക്, അത്ര തന്നെ. അല്ലാതെ ഇപ്പൊ നമ്മള് ഒരു പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതായത് ട്രെയിലർ വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഒരു എന്തൊക്കെയുള്ള പോലെ. പക്ഷെ ബാക്കി പടം കണ്ടിട്ട് നമുക്കറിയാം. ഓക്കെ.